ഇറാന് നേരെ ആക്രമണം നടത്തി നാണംകെട്ട തിരിച്ചടി ഏറ്റുവാങ്ങിയ അമേരിക്ക ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായ റഷ്യയെ പ്രകോപിപ്പിച്ച് സർവനാശമാണ് ചോദിച്ചു വാങ്ങാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് ലോകം. ഒരു വശത്ത് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ പുകയുമ്പോൾ മറുവശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു യുദ്ധക്കളത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭയത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം. യുക്രൈനുമായുള്ള യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനം റഷ്യയ്ക്ക് നൽകിയ ട്രംപിന്റെ നിലപാട് ഈ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായ റഷ്യയെ ഭീഷണിപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ അമേരിക്ക സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവന് കൂടിയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിയൻ ജനതയോട് റഷ്യ കാണിക്കുന്ന കരുണയൊന്നും അമേരിക്കയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു ബോംബ് അമേരിക്കൻ മണ്ണിൽ വീണാൽ തീരുന്ന അഹങ്കാരമേ ആ രാജ്യത്തിനുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. റഷ്യയെയും റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇന്ത്യയും ചൈനയും ബ്രസീലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയുമാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഇത്തരം നടപടികൾ നാറ്റോയ്ക്ക് ബദലായ ഒരു പുതിയ ശാക്തിക ചേരിയുടെ പെട്ടെന്നുള്ള ഉദയത്തിനാണ് കാരണമാകാൻ പോകുന്നത്. ഇത് ശത്രുത മറന്ന് ഇന്ത്യയും ചൈനയും ഒന്നിക്കാനുള്ള അവസരം പോലും തുറന്നു നൽകുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ, ഉത്തര കൊറിയ സഖ്യം നിലവിൽ വന്നാൽ നിലവിലെ ലോകക്രമം തന്നെ മാറുമെന്ന് മാത്രമല്ല, ഡോളറിന്റെ മൂല്യം തകർന്നടിയുന്നതിനും അത് കാരണമാകും. സൈനികമായും ഈ സഖ്യത്തിന് ഒരു ബദലായി നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും മാറാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ലോകാവസാനത്തിനാണോ നാറ്റോ ആഗ്രഹിക്കുന്നത് എന്നതിനാണ് ആ സൈനിക സഖ്യത്തെ നയിക്കുന്ന അമേരിക്ക മറുപടി പറയേണ്ടത്. ലോകത്തിൽ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യക്ക് ഒറ്റയ്ക്ക് ഈ ഭൂമിയെ തന്നെ ചുട്ടരിക്കാൻ കഴിയുമെന്നത് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കണം. അമേരിക്കയുടെ അലാസ്ക റഷ്യയുടെ കൈയെത്തും ദൂരത്താണ്. ഈ പ്രദേശം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ റഷ്യ വിചാരിച്ചാൽ തിരിച്ചു പിടിക്കാൻ കഴിയും. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ 50 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച ഡൊണാൾഡ് ട്രംപ് ഈ കാലയളവ് വരെ അമേരിക്ക എന്ന രാജ്യം ഉണ്ടാകുമോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയെ ആക്രമിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ചിന്തിക്കും മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ ചാരമാക്കാൻ റഷ്യക്ക് കഴിയുമെന്നും നാം മനസ്സിലാക്കണം. ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ ഒരു മിസൈൽ വീണപ്പോൾ തന്നെ വെടിനിർത്തലിനായി രംഗപ്രവേശം ചെയ്ത രാഷ്ട്ര തലവനായിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാൽ റഷ്യയുടെയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റായ വ്ളാദിമിർ പുടിന്റെയും ശൈലി അതല്ല. ഭയപ്പെടുത്താൻ വരുന്നവർ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമാണ് അവിടെയുള്ളത്. റഷ്യ യുക്രൈന് നേരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രത്യേക സൈനിക നടപടി മാത്രമാണ് നടത്തുന്നത്. യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നതും വിലയിരുത്തുന്നത് നന്നായിരിക്കും. എന്നാൽ യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് റഷ്യക്ക് നേരെ യുദ്ധം ചെയ്യുന്നത്. ഇതിനായി അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളുമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിട്ടും റഷ്യയുടെ ഒരു രോമത്തിൽ പോലും പരിക്കേൽപ്പിക്കാതിരിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക കരുത്താണ് തുറന്നു കാട്ടുന്നത്. നാറ്റോ രാജ്യങ്ങളുടെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് റഷ്യ ഇപ്പോൾ യുക്രൈനിൽ മുന്നേറുന്നത്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഉള്ളതെന്ന യാഥാർത്ഥ്യം റഷ്യക്ക് മുന്നറിയിപ്പ് നൽകും മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയണമായിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മുൻപ് ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചപ്പോൾ പേടിച്ചു വിറച്ച് സമവായത്തിനായി ഓടി നടന്ന ട്രംപിന്റെ ഭൂതകാലം റഷ്യക്ക് നേരെ എടുത്തു ചാടുന്നതിന് മുൻപ് തന്നെ മറ്റ് നാറ്റോ രാജ്യങ്ങളും ഓർക്കുന്നത് നല്ലതായിരിക്കും. റഷ്യയെ വിരട്ടുക, സമാധാന ദൂതനായി അവതരിച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഇതാണ് ട്രംപ് മനസ്സിൽ കണ്ടതെന്ന് തോന്നുന്നു. എന്നാൽ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് റഷ്യ നിശ്ചയിക്കും പ്രകാരം മാത്രമായിരിക്കും. ട്രംപിന്റെ വിരട്ടലൊന്നും പുടിനോട് വില പോകില്ലെന്ന് മാത്രമല്ല, ഇനി പ്രയോഗിക്കാൻ പോകുന്നത് റഷ്യ തന്നെയായിരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനോട് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അന്ത്യശാസനങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന് ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയോട് പറയാതെ പറയുകയാണ് റഷ്യ എന്ന് വ്യക്തം. സമാധാന ദൂതനായി സ്വയം അവരോധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ മൈലേജ് ഉണ്ടാക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് വഴിതെളിച്ചത്. റഷ്യയെ ചർച്ചയ്ക്ക് എത്തിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ പുടിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായിരുന്നു ഈ നീക്കം കൊണ്ട് ലക്ഷ്യമിട്ടത്. യുക്രൈന് ആയുധ പാക്കേജ് പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. താരിഫ് മാത്രമല്ല, ഉപരോധങ്ങളും ഉൾപ്പെട്ടേക്കാമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയെ എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും പയറ്റുന്നതിന്റെ ഭാഗമായി ഇതിനെയും കാണണം. റഷ്യയെ വിരട്ടുന്ന കൂട്ടത്തിൽ ഇന്ത്യക്കും ബ്രസീലിനും ചൈനയ്ക്കുമുണ്ട് നാറ്റോയുടെ ഭീഷണി. റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നാറ്റോ ഈ രാജ്യങ്ങൾക്ക് നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ പറയണമെന്ന ആവശ്യം നാറ്റോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കൻ സെനറ്റർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു റൂട്ടയുടെ പരാമർശം. അല്ലാത്തപക്ഷം 3 രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും റൂട്ടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ നേരിട്ടിട്ടും ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ഈ രാജ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യ പോലൊരു ശക്തിയെ അമേരിക്കൻ തന്ത്രങ്ങൾക്ക് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ചൈനയുടെ മുഴുവൻ പിന്തുണയും റഷ്യയ്ക്കാണെന്നും അമേരിക്കയുടെ ഈ നീക്കത്തെ ലോങ് ആം അധികാരപരിധി എന്നും വിശേഷിപ്പിച്ചാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ ഭീഷണിയോട് പ്രതികരിച്ചത്. ഇത്തരം നിർബന്ധിത സാമ്പത്തിക നടപടികളെ എതിർക്കുന്നുവെന്നും ചൈന പ്രഖ്യാപിച്ചു. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെയും ട്രംപിന്റെയും നയങ്ങളൊന്നും പണ്ടത്തെ പോലെ ഏൽക്കുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത്. റഷ്യയെ വെറുതെ ഇരുന്ന് പ്രകോപിപ്പിച്ച് പണി വാങ്ങാതിരിക്കുന്നതാണ് ട്രംപിനും എന്തുകൊണ്ടും നല്ലത്.